കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 84-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത് വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ഈ വാക്യം അവർക്കും പരിചിതമാണ്. നമുക്കറിയാം, കോരഹിൻ്റെ മക്കൾ തലമുറകൾ രചിച്ച പാടിയ ഒരു സങ്കീർത്തന ഭാഗമാണ് 84-ാമത്തെ സങ്കീർത്തനം. ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ആലയത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ആലയത്തിൻ്റെ പ്രത്യേകത വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. അതുകൂടാതെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാഞ്ച, സ്തോത്രം, ഇവരുടെ മനസ്സിനകത്ത് വരികയും അതിനെയും കൂടെ ഈ വാക്യങ്ങളിലൂടെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരാമർശിച്ച വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം ആരിലുള്ള? ദൈവത്തിൽ നമ്മുടെ ബലത്തെ അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്കെല്ലാവർക്കും ഇവിടെ ബലമുണ്ട് അല്ലേ? പലർക്കും പല ബലമാണ്. ചിലർക്ക് ശാരീരിക ബലം, ചിലർക്ക് വിദ്യാബലം, ചിലർക്ക് സൗന്ദര്യത്തെ ഒരു ബലമാണ്, ചിലർക്ക് സ്തോത്രം സമ്പന്നത ഒരു ബലമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് മനുഷ്യരായിരിക്കുന്നവർക്ക് പലർക്കും പല തരത്തിലുള്ള ബലമാണുള്ളത്. എന്നാൽ ഈ ബലങ്ങൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഇവിടെ കൊണ്ട് സമ്പത്ത് തീരുന്നതാണ്, ആരോഗ്യം നശിക്കുന്നതാണ്, സൗന്ദര്യം നഷ്ടപ്പെടും, വിദ്യാസമ്പന്നത ഒരു വിലയുമില്ലാതിരിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും. നമ്മൾ പഠിച്ചതോ നമ്മൾ പഠിപ്പിച്ചതോ ഇല്ലെങ്കിൽ നമ്മൾ ആയിരുന്ന മേഖലകളോ ഒന്നും നമുക്ക് പ്രയോജനമല്ലാതായി മാറുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും അല്ലേ? ഒന്നുകൂടെ നമ്മൾ ഇറങ്ങിപ്പറഞ്ഞാൽ, എത്ര കഴിവുള്ളയാളും എത്ര ബലമുള്ളയാളും എത്ര സമ്പന്നനായാലും എല്ലാ വിദ്യാസമ്പന്നനായിരുന്നാൽ പോലും ചില വിഷയങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ പരാജയപ്പെട്ട് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലേ? അതിൽ നിന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യകളിലൂടെ വഴിമാറുന്നു, പലരുടെയും കുടുംബങ്ങൾ തകരുന്നു, പലരുടെയും തലമുറകൾ നശിക്കുന്നു. ഇപ്പം അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ദൈനംദിന ജീവിതത്തിനകത്ത്. എന്താ കാര്യം? ഇവിടുത്തെ ബലത്തിൽ മനുഷ്യൻ പലപ്പോഴും ആശ്രയിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ബലം ദൈവമായിരുന്നാൽ നിനക്ക് സിയോനിലേക്ക് പെരുവഴികളുണ്ട്. എന്നാൽ ഈ പെരുവഴി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശാലമായ വഴി, ഹൈവേ എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ്. അതിനെയാണ് പെരുവഴി എന്ന് പറയുന്നത്. വലിയ വഴികൾ ഉണ്ടാക്കാൻ, വിശാലതയേറിയ വഴികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബലം ദൈവമായിരിക്കണം. പ്രൈസലോ, നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിലായിരിക്കണം. നെഹമ്യാവ് ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുമ്പോൾ, എസ്രയുടെ കാലഘട്ടത്ത് സ്തോത്രം തിരികെ കൊണ്ടുവരുന്ന സമയത്ത് അഹവാറ്റിൻ്റെ അരികെ വെച്ചൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് കുതിരച്ചേവകരെയോ രാജാവിൻ്റെ പടയാളികളെയോ ചോദിക്കാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. എന്താ അതിൻ്റെ കാര്യം? ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കേണ്ടതായിട്ട് വന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, നീ ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിച്ചാൽ, നീ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യരുടെ മുൻപിൽ തലകുനിയേണ്ടതായിട്ട് വരത്തില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ദൈവത്തിൽ ആരാണ് ബലമർപ്പിക്കുന്നത്, ദൈവം ബലമാണെന്ന് പറയുന്ന ആരാണോ അവരുടെ ജീവിതത്തിൽ ദൈവം നന്മകളെ കൈമാറും, അനുഗ്രഹങ്ങളെ കൈമാറും. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരണമേ. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇത് കേൾക്കുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.